ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേരുക. ഈശോ നിന്നെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ സ്നാപകയോഹന്നാൻ്റെ ശിരച്ഛേദന തിരുനാൾ ആഘോഷിക്കുകയാണ്. ഇവിടെ ഒരു വചനം ആദ്യമേ തന്നെ നിന് മുമ്പിലേക്ക് വയ്ക്കട്ടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 6-ാം അധ്യായം 19-ാം തിരുവചനം. തന്മൂലം ഹേരോദിയായ്ക്ക് യോഹന്നാനോട് വിരോധം തോന്നി. അവന് വധിക്കുവാൻ അവൾ ആഗ്രഹിച്ചു, എന്നാൽ അവൾക്ക് സാധിച്ചില്ല. ഹെരോദസ് രാജാവിനോട് യോഹന്നാൻ പറയുന്നുണ്ട്, സഹോദരൻ്റെ ഭാര്യയെ സ്വന്തമാക്കുന്നത് ശരിയല്ല. ഇത് കേട്ടപ്പോൾ ഹെരോദിയായ്ക്ക് വിരോധം ഉണ്ടാകുകയാണ്. വിരോധം അവളെ വധിക്കുവാനായിട്ട്, യോഹന്നാനെ വധിക്കുവാനുള്ള ചിന്തയിലേക്ക് നയിക്കുക. നമുക്കറിയാം, പിന്നീട് ആ വധം നടക്കുന്നുണ്ട്. മനസ്സിൽ തോന്നിയ ഒരു വെറുപ്പ്, ഒരു വിരോധം, അത് ശ്രദ്ധിക്കാതെ പോയപ്പോൾ അത് വളർന്ന് ഒരു കൊലപാതകത്തിൽ എത്തിച്ചേരുകയാണ്. കൊലപാതകം എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രവാചകൻ്റെ, ദൈവത്തിന് സാക്ഷ്യം വഹിക്കാൻ വന്നവൻ്റെ ഒരു കൊലപാതകം എന്ന് പറഞ്ഞാൽ വളരെ നിഷ്ക്രൂരമായ ഒരു പാതകത്തിലാണ് ചെന്നെത്തുക. പ്രിയ സഹോദര സഹോദരി, ജീവിതത്തിലൊന്ന് ശ്രദ്ധിച്ചോളണം. നീ ശ്രദ്ധിക്കാതെ പോകുന്ന ചില വിരോധങ്ങൾ, ചില വെറുപ്പുകൾ, അത് വളർന്ന് പന്തലിച്ച് വലിയ പാതകമായി തീരുവാനുള്ള സാധ്യതകളുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള വെറുപ്പിൻ്റെയോ വിദ്വേഷത്തിൻ്റെയോ വേരുകൾ കിടക്കുന്നുണ്ടെങ്കിൽ, പൊടിപടങ്ങളിലും കിടക്കുന്നുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്തോളണം. ഇന്ന് തന്നെ ക്ലീൻ ചെയ്തോളണം. അത് വളർന്നു വന്നാൽ വലിയ കുറവുകൾ നിന്നിൽ ഉണ്ടാക്കാം, വലിയ തിന്മകളിലേക്ക് നിന്നെ നയിക്കാം. അത് ജീവിത മേഖലകളെ എല്ലാം ബാധിച്ചേക്കും. ഒന്ന് ക്ലീനാക്കുക. നല്ലൊരു സുദിനം നിനക്കത് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കൊന്ന് കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈശോയെ, കളങ്കമില്ലാത്ത ഒരു ജീവിതം, വെറുപ്പും വിദ്വേഷവും ഒന്നും ഇല്ലാത്ത ഒരു ജീവിതം, അതിനെ ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണം. ഏതെങ്കിലും തരത്തിലുള്ള പൊടിപടലങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം വൃത്തിയാക്കാനുള്ള ഒരു കൃപാവരം ഈ നിമിഷ വ്യക്തിയിലേക്ക് ചൊരിയപ്പെടട്ടെ. ഈ ദിവസം അനുഗ്രഹിക്കപ്പെടട്ടെ. സർവ്വവിധ നന്മകളും നിന്റെ നാമത്തിൽ ഈ വ്യക്തിയിൽ സംഭവിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമേ ദൈവം.